പിണറായി വിജയനെ വെട്ടി ചങ്കിലെ ചെങ്കൊടി എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പി ജയരാജനാണ് പ്രധാനപ്പെട്ട CPM നേതാവ്, പ്രത്യേകിച്ചും കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പി ജയരാജനാണ് തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ ഈ ഗാനം പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ചെങ്കിലെ ചെങ്കൊടിയിൽ അടിമുടി പാർട്ടിയാണ്. പിണറായിയെ വാഴ്ത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് അസോസിയേഷന്റെ ഒരു കെട്ടിട ഉദ്ഘാടന വേദിയിൽ പങ്കുവച്ച പാട്ട് അതിൽ അടിമുടി പിണറായി ആയിരുന്നു. അതെ, ഈ ചെങ്കനൽ കണക്ക് എന്താ പറയുക, ചെമ്പടയ്ക്ക് കാവലായ ആളെ കൃത്യമായും ചെങ്കൊടി കൊണ്ട് പുതപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ ചെങ്കൊടി പുതച്ച് നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് വേണം കരുതാൻ. കാരണം ഈ പാട്ട് ഈ പറഞ്ഞതുപോലെ ജയരാജൻ കൃത്യസമയത്താണ് അവിടെ വാഴ്ത്തുപാട്ട് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗാനം അരങ്ങേറുമ്പോൾ തന്നെ കൃത്യമായും ജയരാജൻ ഈ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. എം സ്വരാജ് അദ്ദേഹമാണ് എഴുതിയത്. കണ്ണൂരിലെ പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം അത്ര ലളിതമായി അവസാനിക്കുകയില്ല. ഈ പാർട്ടി സമ്മേളനം സാധാരണ വിഭാഗീയതയെ മുഴുവൻ അടിച്ചൊതുക്കിക്കൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും കനലുകൾ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം പാർട്ടി സെക്രട്ടറിമാരായിരുന്നവരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. നായനാരായാലും അച്യുതാനന്ദനായാലും EMS നമ്പൂതിരിപ്പാട് തന്നെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരായിരുന്നു. EMS നമ്പൂതിരിപ്പാട് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ പിണറായി വിജയനെ പോലെ കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ചവർ ഇവരാരുമില്ല. എപ്പോഴും ആര് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാർട്ടിക്കുണ്ടായിരുന്ന മേൽക്കൈ കേരളത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും EMS തന്നെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാർട്ടിക്ക് സൈദ്ധാന്തിക കാര്യങ്ങളിൽ EMSന്റെ വിശദീകരണം യാതൊരു വിധമായ എതിർപ്പും കൂടാതെ അംഗീകരിക്കപ്പെട്ടിരുന്നു. കാലാകാലങ്ങളിൽ താത്വികമായ വിശകലനങ്ങൾ നടത്തി അദ്ദേഹം പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഒരർത്ഥത്തിലും ഭരണത്തിൽ നടക്കുമ്പോൾ പാർട്ടിക്ക് മീതെ എന്നും ഭരണത്തിന് മീതെ എന്നും പാർട്ടി ഉണ്ടായിരുന്നു. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണത്തിന്. അത് അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരുന്നു എന്നും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മൊത്തത്തിലൊരു സ്വഭാവമുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നേതാവിന് ചുറ്റുപാടുമാണ് പിന്നീട് പറയുന്നത്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ടായിരുന്നു. ലെനിൻ ഉണ്ടായിരുന്നു, സ്റ്റാലിൻ ഉണ്ടായിരുന്നു, മാവോസേതുങ് ഉണ്ടായിരുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഏതാണ്ട് അതേപോലെ പാർട്ടിയെ എത്തിച്ചത് കേരളത്തിൽ പിണറായി വിജയനാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പാർട്ടി എന്നാൽ പിണറായി വിജയനാണ് എന്ന വളരെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര ലളിതവും നിസ്സാരവും അങ്ങനെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല. ദീർഘകാലം പാർട്ടി സെക്രട്ടറിയായി ചുമതല വഹിച്ച അവസരത്തിലാണ് അദ്ദേഹം പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനെ അല്ല ശാസിച്ചതെങ്കിലും അച്യുതാനന്ദന്റെ അണികളെ ശാസിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കടലിലെ ഉപ്പുവെള്ളം കോരിയെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മറ്റ് മുഖ്യമന്ത്രിമാരിയ്ക്കുന്ന അവസരത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാത്തൊരവസ്ഥയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പി ജയരാജൻ ഒതുക്കപ്പെട്ടു എന്ന് നമ്മൾ പലപ്പോഴും കരുതി. വെട്ടിനിരത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ സീനിയേഴ്സായി ഒത്തിരി പേര് വെട്ടിനിരത്തി. ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ വളരെ സീനിയറായ ആദ്യത്തെ മന്ത്രിസഭയിൽ പ്രമുഖന്മാരായിരുന്ന, അല്ലെങ്കിൽ തുടർ ഭരണത്തോടൊപ്പം തുടർ മന്ത്രിസ്ഥാനവും പ്രതീക്ഷിച്ചിരുന്ന, തുടർ പരിപാടികൾ വരെ കൃത്യമായി പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ആൾക്കാരെയൊക്കെ വെട്ടി നിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒരു പുത്തൻ ടീമിനെ പിണറായി വിജയൻ കൊണ്ടുവന്നത് അത്ര നിഷ്കളങ്കമായിട്ടൊന്നുമല്ല. വെറും ഈ ചെറുപ്പക്കാർ മുമ്പോട്ട് വരട്ടെ എന്ന ഒരു നിഷ്കളങ്കമായ തീരുമാനമൊന്നും ആയിരുന്നില്ലല്ലോ. അത് നമുക്കറിയാമല്ലോ. ഇവരൊക്കെ ശൈലജ ടീച്ചർ അടക്കം, ശൈലജ ടീച്ചറെ ഒരു കാരണവും മാറ്റാനൊരു കാരണവും പറ്റാത്ത ഒരവസ്ഥ, ഒരു പൊതു സ്വീകാര്യത അവരുണ്ടാക്കി കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് ശൈലജ ടീച്ചറെ മാറ്റാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ അവരും പോയേനെ എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടാണ് ഒരു പുത്തൻ ടീമിനെ കൊണ്ടുവന്ന്, ശരിയാണ് പുതിയ മുഖം നൽകിയെന്നൊക്കെ പറയും. പക്ഷേ ഭരണത്തിൽ അതിൻ്റെ അപാകതയുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം പി ജയരാജനെ ആണ് ഒരു
ഭീഷണിയായി മുഖ്യമന്ത്രി എന്നും കരുതിയിരുന്നത്. അതൊക്കെ സംശയമൊന്നുമില്ല. പി ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് പി ജെ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ഉദയസൂര്യനാണ് പി ജയരാജൻ, കണ്ണൂരിന്റെ ചെന്താരകമാണ്, അതെ ചെന്താരകമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ പാർട്ടി രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. അത് വ്യക്തിപൂജ പാടില്ല, ഇവിടെ ഈ പാർട്ടിയിൽ കേരളത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതെല്ലാം നമ്മൾ കണ്ട, അതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ടുമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടും പി ജയരാജനെ അതല്ല പി ജയരാജനെ ഒതുക്കാൻ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി ധരിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പി ജയരാജനെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പി ജയരാജനെ അങ്ങനെ ഒതുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം കണ്ണൂരിൽ എത്രയോ കാലമായി നടന്ന രാഷ്ട്രീയ സംഘടനകളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് പി ജയരാജനായിരുന്നു. നമുക്കറിയാം, ഒരു RSS അല്ലെങ്കിൽ പിന്നെ CPM സംഘടന ഒരുപാട് രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് ഈ പാർട്ടി അണികളുടെ മധ്യത്തിലുണ്ടായിരുന്നയാളെന്ന് പറയുന്നത് പി ജയരാജനാണ്. ആ അണികൾ ഇപ്പോഴും പി ജയരാജനെ സ്വന്തമായി തന്നെ കരുതുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ പറിച്ചെറിയാൻ പിണറായി വിജയന് കഴിയുകയുമില്ല എന്നാണ് നമ്മളിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ കൃത്യമായി. പി ജയരാജനും പിണറായി വിജയനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? പി ജയരാജൻ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ വളരെ കൃത്യമായിട്ട് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. എന്ത് ലക്ഷ്യത്തിൽ? പാർട്ടിയുടെ നേതൃസ്ഥാനത്തെത്തുക, അല്ലെങ്കിൽ പാർട്ടി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, അല്ലെങ്കിൽ പാർട്ടി അണികൾ തങ്ങളെ സുപ്പീരിയറായി കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് തന്നെയാണ് ഇവർ തമ്മിലുള്ള സാമ്യവും അതേസമയം വൈരുദ്ധ്യവും. കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേർക്കും പരസ്പരം എതിർത്തല്ലേ മതിയാവും. എങ്ങനെ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള എതിർപ്പ് നേരെ നിന്ന് എതിർക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പി ജയരാജനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി നിർത്തി അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി ഏൽപ്പിച്ച ആളിനെ തുടരാൻ അനുവദിക്കുന്നു. പി ജയരാജന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റുന്നു. ഇതൊക്കെ നമുക്ക് അതാ പറഞ്ഞ തോറ്റു കഴിഞ്ഞ അതിനാണല്ലോ അദ്ദേഹത്തെ മാറ്റിയത്. വടകരയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയമാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യവും വിജയം കണ്ടില്ലെന്നാണ്. അല്ലെങ്കിൽ ഇത് ഇത്ര കൃത്യമായ ഒരു ആപ്റ്റ് സമയത്ത് ഇത്തരം ഒരു പാട്ട് വ്യക്തിപൂജയ്ക്കെതിരെ പാർട്ടി ആണ് വലുത് എന്ന സന്ദേശം, വ്യക്തിയാണ് വലുത്, പിണറായി വിജയൻ്റെ പിന്നെ കഴിവുകൾ, പിണറായി വിജയൻ്റെ കരുത്ത്, ഇതൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ആ പാർട്ടി അതിനെപ്പറ്റി ഉയരുന്ന ഒത്തിരി വിവാദങ്ങളുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അത് വേണേൽ പാർട്ടി വിരുദ്ധർ പറയുന്നതാണെന്ന് പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ പാർട്ടിനകത്തുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കൃത്യമായും പിണറായി വിജയനെ വാഴ്ത്തുന്നതാണ്, പിണറായി വിജയൻ എന്ന വ്യക്തിയെ വാഴ്ത്തുന്നതാണ്. അല്ലെങ്കിൽ ഭരണകർത്താവിന് എന്നുള്ള നിലയിൽ അതിനപ്പുറത്തേക്ക് കടക്കുന്നു ആ പാട്ട്. അല്ലെങ്കിൽ ഒരു നേതാവിനെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള ഒരു ഗാനം എന്നതിനപ്പുറത്തേക്ക് ആ പാട്ട് കടക്കുന്നു എന്നൊരു വ്യക്തം. ആ സമയം നോക്കി അത്ര കൃത്യമായിട്ട് ഈ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ട് പാർട്ടിയാണ് വരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ചെങ്കൊടിയാണ് വരുന്നത്, കാവൽ നിൽക്കുന്നവരല്ല, കൊടിയാണ് വരുന്നത്, കൊടി പിടിക്കുന്നവനാണ് വരുന്നത്. ആ കൊടി ഉയർത്തിൽ പാറിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്യമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയന് ഉള്ള സന്ദേശമാണ്. പിണറായി വിജയനെതിരെയാണ്, അതിനകത്ത് യാതൊരു സംശയവും. അതാണ് പറയുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയമാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ രാഷ്ട്രീയം നിന്നിരിക്കുന്നത്. കണ്ണൂരിലെ നേതാവാണ്, അല്ലെങ്കിൽ കണ്ണൂരിലെ അണികളിലൂടെ ഉയർന്നു വരുന്ന നേതാവാണ്. അത് പി ജയരാജൻ അങ്ങനെ വന്ന നേതാവാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിണറായി വിജയനും കണ്ണൂരിൻ്റെ നേതാവ് തന്നെയാണ്. പക്ഷേ കണ്ണൂർ ലോബിയുടെ ആൾ പി ജയരാജൻ തന്നെയാണ് എന്ന് വേണം കരുതാൻ. കണ്ണൂർ ലോബിയുണ്ട് എന്നും പാർട്ടിക്കകത്തുണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. അതിൻ്റെ ആളെന്ന് പറയുന്നത് പി ജയരാജൻ തന്നെയാണ്. ആ സ്ഥാനത്തിന് ഇളക്കം തട്ടിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ടിലൂടെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ ഉചിതമായ സമയത്ത് തന്നെ ആ പാട്ട് എടുത്ത് വൈറലാക്കാൻ അണികളോട് കൊണ്ട് ഇതൊക്കെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണല്ലോ, നമുക്കറിയാമല്ലോ. അതൊക്കെ ഒറ്റയടിക്ക് നേരെ അങ്ങ് നിരപദ്രവമായി വിട്ടുവീഴുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്, നമുക്കറിയാം. പി ജയരാജന്റെ പുസ്തകമൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം. തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇസ്ലാമിന് എതിരെയാണ്, അല്ലെ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രകീർത്തിക്കുകയും രാഷ്ട്രീയ ഇസ്ലാമിനെ അങ്ങനെ അതാണ് പിണറായി വിജയൻ കൃത്യമായിട്ട് പിണറായി വിജയനാണ് ഈ പുസ്തകം റിലീസ് ചെയ്തത്, അല്ലേ? പിണറായി വിജയനാണ് റിലീസ് ചെയ്തത്. അത് തന്നെ ഒരർത്ഥത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരടി പിന്നോട്ട് പോവുകയായിരുന്നു. കാരണം മുമ്പോട്ട് വെച്ച
ഈ പിന്നെ ഒരടി പിന്നോട്ട് വെക്കുന്നത്. കേരളം ISIS-ന്റെ ഒക്കെ ഒരു ഹബ്ബായിട്ട് ചെറിയ രീതിയിൽ മാറുന്നു എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് പരാമർശങ്ങൾ. അല്ല, അത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടി ഈ നമുക്കറിയാമല്ലോ, ജമാഅത്തെ ഇസ്ലാമി, SDPI അടക്കമുള്ള വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പീഡനം നടത്തുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ തങ്ങളുടെ അണികൾ വിട്ടുപോയതറിയാം, തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ വിട്ടുപോയതറിയാം. അതിന് ഒരു തടയിടാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കുക, അതൊരു തന്ത്രമാണ്. പിണറായി ഒരടി പിന്നോട്ട് മാറി ജയരാജനോടൊപ്പം എന്ന് വരുന്ന ശ്രമിച്ചു. നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് പുലി പതുങ്ങുന്നത് കൂടുതൽ എന്താ പറയുക, കുതിക്കാനാണ്, കൂടുതൽ കുതിക്കാനാണ്. അപ്പൊ പിണറായി വിജയൻ കുതിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ കുതിപ്പിന് തടയിടാൻ കഴിയും എന്ന് ജയരാജൻ തെളിയിച്ചു കഴിഞ്ഞു. ആ കുതിപ്പിന് തടയിടാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ സൂക്ഷിച്ച പിണറായിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പിണറായി ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഈ എല്ലായിടത്തും വിഭാഗീയത അവസാനിച്ചുവെന്ന് നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ വരുന്നു. പാർട്ടി ഏകശിലാമുഖമായി മുമ്പോട്ട് പോവുകയാണെന്നും വരുത്തി തീർത്തുകൊണ്ടുള്ള ആ എന്താ പറയുന്നത്, ആ നീക്കം അല്ലെങ്കിൽ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം, അതിന് തട വീണ് കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ പിണറായിയുടെ കാലം അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. പാർട്ടി പിണറായിയുടെ അപ്രമാദിത്വം അവസാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും.